പുതുവർഷ പുലരിയിൽ ശബരിമലയിലേക്ക് ഭക്തജന പ്രവാഹം ഇന്നും വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കെ.പി. പുതുവർഷ ദിനത്തിലും ശബരിമലയിൽ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങൾ നോക്കിയാൽ മണിക്കൂറുകൾ നിന്ന ക്യൂവിനൊടുവിലാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാകുന്നത്. ഇപ്പോഴും ശബരിമലയിൽ ഈ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. ഇനി 3 മണിക്കാണ് നട തുറക്കുക. ഇതിനു മുൻപായി തന്നെ ഫ്ലൈ ഓവറിൽ മുഴുവനും ഭക്തരെ കൊണ്ട് നിറഞ്ഞ കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഈ നേരത്തെ ഈ നട അടഞ്ഞു കിടന്ന സമയത്ത് 18-ാം പടി ചവിട്ടിയെത്തിയ അയ്യപ്പന്മാരുണ്ട്. ഇവർ മറ്റൊരു സ്ഥലത്ത് മാളികപ്പുറത്തേക്കുള്ള ഭാഗത്തേക്കുള്ള കോംപ്ലക്സിൽ അവരും ദർശനം കാണുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഒപ്പം ഈ മരക്കൂട്ടം വരെ നിലവിൽ ഇപ്പോൾ ക്യൂ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. മരക്കൂട്ടം വരെ അയ്യപ്പന്മാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു ഭക്തജന തിരക്കാണ് ഈ അവധി ദിവസങ്ങൾ അവസാനിക്കാറായ സമയത്തും ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇന്നും ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത് ഫില്ലായി തന്നെ കിടക്കുകയാണ്. വരും ദിവസങ്ങളിലും അത് ഫില്ലാണ്. അതായത് 80,000-ത്തിലധികം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ സ്പോട്ട് ബുക്കിങ്ങുകൾ കൂടി കണക്കിലെടുത്താൽ ഇത് 1 ലക്ഷത്തിനടുത്തേക്ക് അയ്യപ്പന്മാരുടെ എണ്ണം എത്തുന്നുണ്ട്. ഇന്നലെ മാത്രം 18-ാം പടി ചവിട്ടിയെത്തി അയ്യപ്പന്മാരുടെ കണക്ക് അത് 90,000-ത്തിന് മുകളിലാണ്. ഇത്തരത്തിൽ വലിയൊരു സംഖ്യ, അതായത് 1 ലക്ഷത്തിനടുത്തുള്ള അയ്യപ്പന്മാരുടെ സംഖ്യ തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കൂടാതെ ഈ അവധി ദിവസം ക്രിസ്തുമസ് അവധി അവസാനിക്കാറായ സമയമാണ്. ഈ അവസാനിക്കുന്ന സമയത്തും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളായിട്ടുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ വിളക്ക് മഹോത്സവം കണക്കിലെടുത്തുകൊണ്ട് കുട്ടികൾക്കും മുതിർന്ന മാളികപ്പുറങ്ങൾക്കും വേണ്ടി പ്രത്യേകം ക്യൂ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കെ.പി. കിരൺ കുമാറാണ് വിശദാംശങ്ങൾ.